രസമൊക്കെ തന്നെയാണ്, പൊട്ടുന്നത് കേൾക്കാനും എല്ലാം നല്ല രസമാണ്. പക്ഷെ എല്ലാം കൂടെ അടിച്ച് പറഞ്ഞ് തേഞ്ഞിരിക്കുമ്പോ സുഖം. എന്താ പടപട പൊട്ടാന് അറിയത്തില്ല, എന്തോ പൊട്ടുമെന്ന് അറിയത്തില്ല. അതെ, ഒരുപാട് കാര്യങ്ങൾ പൊട്ടും. നമുക്ക് അതിനെ കുറിച്ചുള്ള വീഡിയോയിലേക്ക് അതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. വണ്ടി നിങ്ങൾ ഓവറൈസ് ചെയ്യാറുണ്ടോ? ഓവറൈസ് ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ എഞ്ചിൻ ലൈഫ് കുറഞ്ഞു വരികയാണ്. എങ്ങനെയാണെന്ന് അറിയണോ? നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ അനാവശ്യമായിട്ട് നിങ്ങൾ ഓവർ റേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് വണ്ടി നിങ്ങൾ ഓടിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും അനാവശ്യമായിട്ട് ഓവർ റേസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റും. അത്തരത്തിൽ ഓവർ റേസ് ചെയ്ത് നശിപ്പിച്ച ഒരു 5ഓളം വണ്ടികൾ ഞാൻ പണിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ പല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് രക്തം തിളയ്ക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വണ്ടിയൊക്കെ ഇട്ട് പൊട്ടിക്കുന്ന, തീ പറക്കുന്ന, ബും ബും എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ രോമാഞ്ചം വരുന്നത് പറയുമ്പോൾ തന്നെ. അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ട് കോളേജിൽ ആളാവാൻ വേണ്ടിയിട്ട് സ്വന്തം വണ്ടി എടുത്തുകൊണ്ട് പോയി, സ്വന്തം വണ്ടി എന്ന് വെച്ചാൽ വീട്ടിലെ വണ്ടി എടുത്തുകൊണ്ട് പോയി കോളേജിൽ ഇട്ട് കറക്കി കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആക്സിഡൻറ്റ് വല്ലതും ഡാമേജ് ആവുകയോ അല്ലെങ്കിൽ വല്ല സസ്പെൻഷൻ സാധനമൊക്കെ കിടാവുകയാണെങ്കിൽ ഒരു 10,000, 15,000, 30,000 ഒക്കെ ചിലവാക്കി റെഡിയാക്കാം. പക്ഷേ എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് കളി മൊത്തം മാറി. അതിൻ്റെ എഞ്ചിൻ്റെ പിസ്റ്റൻ്റെ ടോപ്പ് ബേണായി എഞ്ചിൻ പിടിച്ചു നിന്ന് പോയി. അതായത് സ്വിഫ്റ്റിൻ്റെ കാര്യമായിട്ടോ ഇപ്പം പറയുന്ന കാര്യം. അപ്പോൾ പിടിച്ച് നിന്ന് പോയ വണ്ടിയുടെ കാര്യം എന്താണ് അവസ്ഥ എന്നറിയാമോ? സാധാരണഗതിയിൽ നമുക്കിപ്പം സ്വിഫ്റ്റിൻ്റെ ഡീസൽ എഞ്ചിനൊക്കെ പണിയാനാണെങ്കിൽ അങ്ങറ്റം പോയാലും ഒരു 60,000 രൂപ, 80, 85 രൂപ വരെയൊക്കെ ഇടയില്ല. അതായത് പമ്പ്, ഇഞ്ചക്ടർ, അങ്ങനെയുള്ള സംഭവങ്ങൾ, അതിനൊക്കെ ഒരു ക്ലച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ നിൽക്കുള്ളൂ. പക്ഷേ ഈ ഒരു പണി ഏകദേശം 1,43,000 രൂപ മുകളിൽ വരെ പോയി. കാര്യം എന്താ? പിസ്റ്റണൊക്കെ കത്തിപ്പോയി, അതിൻ്റെ കംപ്രഷൻ ചേമ്പറിൻ്റെ ഭാഗത്തൊക്കെ ഡാമേജ് ആയി, ഹെഡിനൊക്കെ മുട്ടം പണി കിട്ടി. കാര്യം എന്താ? വെറുതെ കിടന്ന വണ്ടി എടുത്തുകൊണ്ട് പോയി കപ്പ് കാണിച്ചതിലാണ്. ഈ ഓട്ടോഷോയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന വണ്ടികളെന്ന് വെച്ചാൽ അതവർ അതിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടികളാണ്. പക്ഷെ നമ്മളെ വീട്ടിലെ വണ്ടികൾ അങ്ങനെയല്ല. നമുക്കിപ്പോൾ റേഷൻ കടയിൽ പോകാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനോ ആരെങ്കിലും കല്യാണത്തിനോ ചെറുതായിട്ടൊരു ട്രിപ്പ് പോകാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. പാവം പിടിച്ച വണ്ടികളെ, വീട്ടിലെ വണ്ടികളെ കൊണ്ടുപോയിട്ട് ഇതുപോലുള്ള പരിപാടികളൊന്നും കാണിക്കാൻ പാടില്ല. സീരിയസ് ആയിട്ട് കാര്യം പറയാം. 1-2 വട്ടം ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നം വന്നില്ലെന്ന് വരാം. പക്ഷേ നിങ്ങളുടെ 4 ലക്ഷം കിലോമീറ്ററുള്ള വണ്ടിയുടെ ലൈഫ് നേരെ പകുതി 2 മാറും. ഉറപ്പായിട്ടുള്ള കാര്യം. നിങ്ങൾ ചില വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ടോ? വണ്ടി ഇങ്ങനെ റേസായിട്ട് ഇരുന്നിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഓരോ സാധനങ്ങളൊക്കെ തെറിച്ചിട്ട് ബും എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് വേണം നിങ്ങളെ വണ്ടി ഇട്ട് റേസ് ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി വെറുതെ നിർത്തിക്കൊണ്ട്, അതായത് ഓട്ടത്തിൽ റേസ് ചെയ്യണമെന്നില്ല എൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്. വെച്ചാൽ ഇപ്പോൾ നമ്മളൊരിടത്ത് നിർത്തി ചുമ്മാ ഷോ ഓഫ് കാണിക്കാനായിട്ട് വെറുതെ വണ്ടിയിട്ട് ബൂം 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 റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിയിൽ ടെമ്പറേച്ചർ കൂടുതലായിട്ട് അധികരിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ വണ്ടി ഓട്ടത്തിൽ വരുന്ന കണക്കായിരിക്കത്തില്ല. ഓട്ടത്തിൽ ഫുൾ ഒരു എയർ ഫ്ലോയും കാര്യങ്ങളും കിട്ടും. ഒരു പക്ഷേ നമ്മൾ കൊടുക്കുന്ന റേസിങ്ങിനനുസരിച്ച് അല്ലെങ്കിൽ വണ്ടി അതിനനുസരിച്ച് ഹീറ്റാവുന്ന വണ്ടിയെ തണുപ്പിക്കാനുള്ളൊരു കണ്ടീഷനോ കപ്പാസിറ്റിയോ ഒരു പക്ഷേ ആ ഒരു സമയത്ത്, അതായത് നിങ്ങൾ എത്ര സമയം റേസ് ചെയ്ത് പിടിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ആ ഒരു സമയത്ത് റേഡിയേറ്ററിനോ കൂളിംഗ് സിസ്റ്റത്തിനോ കഴിഞ്ഞില്ലെന്ന് വരും. കംപ്രഷൻ ചെയ്യുമ്പോഴുള്ള ഹീറ്റ് കൂടാനും അത് കണക്ക് തന്നെ പിസ്റ്റൺ ടോപ്പ് കത്തിക്കരിഞ്ഞ് അല്ലെങ്കിൽ മെഴുകുതിരിയൊക്കെ ഉരുകത്തില്ലേ, അതുപോലെ ഉരുകി എൻജിൻ പിടിക്കാനുള്ള ചാൻസ് വളരെ 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 കൂട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളെ വീട്ടിലെ വണ്ടിയൊക്കെ കൊണ്ട് ചെന്ന് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ വണ്ടിയിട്ട് റേസ് ചെയ്യാനല്ല കേട്ടോ, ഒരു വണ്ടിയും കൊണ്ടു ചെന്നിട്ട് അനാവശ്യമായിട്ട് റേസ് ചെയ്യരുത്. ഇപ്പം നിങ്ങൾ വല്ല സ്പെക്കോ കാര്യങ്ങളൊക്കെ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യലായിട്ടൊരു വണ്ടി എടുത്ത് മോഡിഫൈ ഒക്കെ ചെയ്ത് സെറ്റാക്കി ഗ്രൗണ്ടിലോ എവിടെയോ കൊണ്ടുപോയിട്ട് ഷോ ഓഫ് ചെയ്തോ ഒരു പ്രശ്നമില്ല. നടുറോട്ടിൽ കൊണ്ടിട്ട് ചെയ്യരുത്, നാട്ടുകാർ കൈ വെക്കും. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചില പിള്ളേർക്കൊന്നും തലയിൽ കയറില്ലെന്നേ. കുറച്ച് കാശൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കേ മനസ്സിലാവുള്ളൂ. കുറച്ച് ചെറിയ ഉദാഹരണങ്ങളൊക്കെ കാണിച്ചു തരാം. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഈ കമ്പസ്റ്റൻ ചേമ്പറിൽ താപനില ഉയരുകയും അവസാനം എന്നാ പറ്റും, നമ്മളെ പിസ്റ്റൺ ടോപ്പൊക്കെ കത്തിപ്പോവുകയൊക്കെ ചെയ്യും. അത് എഞ്ചിൻ പിടിച്ച് നിൽക്കാനുള്ള ചാൻസ് കൂട്ടും. അതുപോലെ തന്നെ പിസ്റ്റൺ റിങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കാനായിട്ട് നേരത്തെ നമ്മളെ വിധവ് പറഞ്ഞ കണക്ക് നിങ്ങൾ കൊണ്ടിട്ട് റേസ് ചെയ്യുന്നു, വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടു, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ പിസ്റ്റൺ റിങ്ങും കാര്യങ്ങളൊക്കെ വീക്കാവും. പിന്നെ പയ്യെ കൊണ്ട് റീകംപ്രഷൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റു കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതായത് വണ്ടിയുടെ ടർബോ കണക്കുള്ള, ഇപ്പോൾ ഡീസൽ വണ്ടികളിലൊക്കെ അല്ലെങ്കിൽ പെട്രോൾ വണ്ടികളിൽ ഇപ്പം വരുന്നുണ്ട് ടർബോയും കാര്യങ്ങളൊക്കെ. അതൊക്കെ ചുമ്മായിട്ട് റേസ് ചെയ്യുമ്പോൾ ഇപ്പം ഒരു എഞ്ചിനെ സംബന്ധിച്ച് എഞ്ചിൻ 1000 RPM കറങ്ങുമ്പോഴത്തേക്ക് ടർബോ വർക്ക് ചെയ്ത് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ 1000 RPM എഞ്ചിൻ കറങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1.5 അല്ലെങ്കിൽ 2, 3 ഇരട്ടി കൂടുതലായിരിക്കും ടർബോയുടെ റൊട്ടേഷൻ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വെറുതെ റേസ് ചെയ്ത് ടർബോയും കൂടെ നശിപ്പിക്കും.
പിന്നെ ഇഞ്ചക്ടേഴ്സ് ആയിക്കോട്ടെ, ഇപ്പം ഡീസലായാലും പെട്രോൾ ആയാലും ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എന്ന് വെച്ചാൽ ചുമ്മാ കിടന്ന് ചെന്ന് പറഞ്ഞ് വർക്കായി എല്ലാത്തിനും ഒരു പരിധി ഇല്ലയുടെ. 50 കിലോ തൂക്കുന്ന ആളെ കൊണ്ട് 100 കിലോ തലയിൽ വെച്ചിട്ട് 100 കിലോമീറ്റർ ചുമ്മാ ഓട്ടിക്കാൻ പറ്റുമോ? ചത്തുവും. നിങ്ങളെ വണ്ടിയും അതേ കണക്ക് കേടാകും. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ വണ്ടി ശ്രദ്ധിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ ഇതിൽ വരുന്ന ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്ന് പറഞ്ഞുതരാം. നിങ്ങളിതാ ഈ കാണുന്നത് ഒരു പെട്രോൾ എഞ്ചിൻ്റെ ഹെഡാണ്, ഹെഡിൻ്റെ ടോപ്പ് സൈഡ് ഇതാ ഈ കാണുന്നത്. ഇത് ക്യാം ഷാഫ്റ്റാണ്, ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു എഞ്ചിനാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ വളരെ ഇപ്പം ഇത് ലോഡും കാര്യങ്ങളൊക്കെ ഇപ്പം ഓൾറെഡി ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല, ചെറിയൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാം ലോബും കാര്യങ്ങളൊക്കെ ഉണ്ടാ, ഇത് കണക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ക്യാം ലോബും കാര്യങ്ങളുമല്ല. ചില വണ്ടികളിൽ നല്ല കട്ടിയുള്ള കനമുള്ള വലിയ ക്യാം ലോബുകൾ വരുമെങ്കിൽ ചില വണ്ടികളിൽ ഇത്തരത്തിൽ വ്യത്യസ്തമായ ക്യാം ലോബുകൾ, അതായത് കനം കുറഞ്ഞ ക്യാം ലോബുകളായിരിക്കും വരുന്നത്. അത് കണക്കിന് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിലും ഒരു പരിധി കൂടുതൽ ഓവർ റേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഓയിലിൻ്റെ പമ്പിങ് ഉണ്ടല്ലോ അതിന് ഒരു കൃത്യത ഇല്ലാതെ വരും. ചില സമയത്ത് ആ ഓയിലിൻ്റെ പമ്പിങ് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം വെച്ചാൽ വണ്ടി നിർത്തിയിട്ട് വെറുതെ ഒരു 4000-5000 RPM ചുമ്മായിട്ട് റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പമ്പിങ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കാതെ വരും. ഈ ക്രാങ്ക് ഷാഫ്റ്റ് ആയിക്കോട്ടെ ക്യാം ഷാഫ്റ്റ് ആയിക്കോട്ടെ, ഈ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് ഓയിൽ വരാതെ വരുമ്പോഴത്തേക്ക് ഈ സാധനങ്ങൾ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം വെച്ചാൽ ഒടിഞ്ഞിട്ട് നമ്മളെടുത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ടൈമിങ്ങിനെയും ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. ടൈമിംഗ് ചെയിൻ വരുന്ന ഗിയർ വരുന്ന വാഹനങ്ങളിലെ അത്ര കണ്ട് പ്രശ്നങ്ങൾ വരത്തില്ല എന്നുണ്ടെങ്കിലും ടൈമിംഗ് ബെൽറ്റ് വരുന്ന വാഹനങ്ങളിൽ ഉറപ്പായിട്ടും ഇതിൽ വിഷയമുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ടൈമിംഗ് ബെൽറ്റ് പൊട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് സ്കാലഡ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഇതിൻ്റെ ടൈം ബെൽറ്റ് പൊട്ടി ക്യാം ഷാഫ്റ്റൊക്കെ ഡാമേജ് ആയതും ആ ക്യാം ഷാഫ്റ്റ് ബെൻഡാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്യാം ഷാഫ്റ്റിൻ്റെ ആണെങ്കിലും ക്യാം ഷാഫ്റ്റ് ഒന്നും അങ്ങനെ ഫിറ്റ് ചെയ്തേക്കാണെങ്കിലും ഭയങ്കര ടൈറ്റിലായിരിക്കത്തില്ല, ചെറിയൊരു പ്ലേയോട് കൂടിയായിരിക്കും ഫിറ്റ് ചെയ്തേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ കൂടെ ഓയിൽ സർക്കുലേഷൻ ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു ഓയിൽ വന്ന് ഫിലമെൻ്റ് എഫക്റ്റ് വന്ന് ഫ്രിക്ഷൻ കുറച്ചാൽ മാത്രമേ ക്യാം ഷാഫ്റ്റ് പ്രോപ്പറായിട്ട് പിടിക്കാതെ, അതായത് ഇതിൻ്റെ ക്യാപ്പിലൊന്നും പിടിക്കാതെ സ്മൂത്തായിട്ട് വർക്കാവുള്ളൂ. അങ്ങനെ വരുന്നൊരു സാഹചര്യം കുറയും. നമ്മൾ അനാവശ്യമായിട്ട് റേസ് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഓയിൽ പമ്പിങ് ഒരു പരിധി കൂടുതൽ നമ്മൾ റേസ് ചെയ്യുമ്പോഴത്തേക്ക് കുറയും, ഉറപ്പാണ്. അത് കണക്ക് തന്നെ എഞ്ചിൻ അതേപോലെ തന്നെ ചൂടായിക്കൊണ്ടിരിക്കും. ഈ ചൂടും കാര്യങ്ങളും ഓവർഹീറ്റൊക്കെ ആയി വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ ക്യാം ഷാഫ്റ്റിന് എന്തെങ്കിലും ഡാമേജ് വരും. ചിലപ്പോൾ ഇത്തരത്തിൽ ഇത് കണക്ക് കട്ടിങ് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഇത് കണക്ക് കട്ടിങ് വരുന്ന ഭാഗങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റർ ഭാഗങ്ങളൊക്കെ വെച്ചൊക്കെ ബെൻഡാവാനോ പൊട്ടിപ്പോവാനോ ഉള്ള ചാൻസ് വളരെയധികം കൂട്ടും. ക്യാം ഷാഫ്റ്റ് ഡാമേജ് ആകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം നിങ്ങളിപ്പം വല്ല കോളേജിലൊക്കെ കൊണ്ടുപോയി റേസ് ചെയ്ത് നിങ്ങളെ വണ്ടിക്കൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദൈവാധീനം എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. നിങ്ങളിപ്പം കാണുന്നത് വെച്ചാൽ ഒരു സിലിണ്ടറാണ്. അതായത് ഇത് സിലിണ്ടറും പിസ്റ്റണും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു പിസ്റ്റൻ്റെ ടോപ്പിലാണ് ഫയറിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരു പരിധി കൂടുതൽ ചൂടാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടോപ്പൊക്കെ ഡാമേജ് ആയിട്ട് ഇതിൻ്റെ സിലിണ്ടറിൽ പിടിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കാരണവശാലും പിസ്റ്റണൊന്നും ഇതിൽ ടൈറ്റ് ആയിരിക്കത്തില്ല, പ്ലേ ഉണ്ടായിരിക്കും ചെറിയ രീതിക്ക്. അത് എത്രത്തോളം കാണാൻ പറ്റും എന്നുള്ളത് എനിക്കറിയാൻ വയ്യ. ചെറിയൊരു പ്ലേ, എല്ലാ പിസ്റ്റണിലും ചെറിയൊരു പ്ലേ ഉണ്ടായിരിക്കും. ഒരു എഞ്ചിൻ്റെയൊക്കെ ഫ്രിക്ഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ സൈഡിൽ കൂടെയൊക്കെ കൃത്യമായിട്ട് എഞ്ചിൻ ഓയിലും കാര്യങ്ങളും പാസേജ് ചെയ്യണമെങ്കിൽ അതിനുള്ള ചെറിയൊരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം. നിങ്ങളിപ്പം ഈ കാണുന്നത് ഒരു ക്രാങ്ക് ഷാഫ്റ്റാണ്. ഈ ക്രാങ്ക് ഷാഫ്റ്റിലാണ് നമ്മളെ വണ്ടിയുടെ പിസ്റ്റൻ്റെ കണക്റ്റിംഗ് റോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതായത് കണക്റ്റിംഗ് റോഡ് വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടും, അതാണ് ക്രാങ്ക് ഷാഫ്റ്റ് ഫിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടും. ഇപ്പോൾ ഇത്തരം ഭാഗങ്ങൾക്കൊക്കെ ചെറിയൊരു പ്ലേ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ കണക്റ്റിംഗ് റോഡ് ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കണക്റ്റിംഗ് റോഡ് കൈ വെച്ചൊന്ന് പ്ലേ ചെയ്ത് നോക്കും. അത് ഫിക്സ് ആണ്, പ്ലേ കൂടുതലില്ല അല്ലെങ്കിൽ പ്ലേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കംപ്ലൈൻ്റ് ആണെന്നാണ് കണക്കാക്കുന്നത്. അത് ഇളക്കി വീണ്ടും ചെറിയൊരു പ്ലേയോട് കൂടിയാണ് നമ്മൾ കണക്റ്റിംഗ് റോഡും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന വിഷയം എന്തുവാണ്, ഇതിൽ കൃത്യമായിട്ട് ഓയിൽ സർക്കുലേഷൻ നടക്കത്തില്ല. അതിന് കാര്യമായ രീതിയിൽ എന്തെങ്കിലും തേയ്മാനമോ ഓട്ടത്തിൽ തന്നെ ചൂട് കൂടുന്ന സമയത്ത് പെട്ടെന്ന് കയറി പിടിക്കാനുള്ള സാധ്യത കൂടും. അത് കണക്ക് തന്നെ ചൂട് കൂടുമ്പോൾ പൊതുവേ മെറ്റലും കാര്യങ്ങളൊക്കെ സ്വല്പം വികസിക്കും. അങ്ങനെ വികസിക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഗ്യാപ്പ്, ചെറിയ ഗ്യാപ്പ് കൊടുത്തേക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരമാകും. നമ്മൾ വണ്ടി നിർത്തിക്കൊണ്ട് അനാവശ്യമായിട്ട് ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് വണ്ടിയുടെ എൻജിൻ ടെമ്പറേച്ചർ പരിധിയിൽ കൂടുതൽ കൂടാനും ഉള്ളിലുള്ള താപനില, ഇപ്പം പുറമേ കാണുന്ന അല്ലെങ്കിൽ കൂളൻ ടെമ്പറേച്ചറിൻ്റെ കാര്യമല്ല പറയുന്നത്, എൻജിൻ്റെ ഉള്ളിലുള്ള താപനിലയിൽ പരിധി കൂടുതൽ കൂടാനും അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ കയറി പെട്ടെന്ന് കയറി പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഓയിൽ പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാതെ വരുന്ന സാഹചര്യങ്ങളിൽ ക്രാങ്കിൻ്റെ പിന്ന് വരുന്ന ഭാഗത്തിൽ കണക്റ്റിംഗ് റോഡ് സെറ്റ് ചെയ്യുന്ന ഭാഗത്തൊക്കെ കൃത്യമായിട്ട് ലൂബ്രിക്കേഷൻ വരാതിരിക്കാനും ഇത് ക്രാങ്കിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ഡാമേജ് ആകാനും പടപടപടാ കിടന്ന് അടിച്ചിട്ട് ഈ കണക്റ്റിംഗ് റോഡ് ഊരി അടിച്ച് ബ്ലോക്കൊക്കെ പൊട്ടി വെളിയിൽ വരാൻ വരെ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഇപ്പം ഓട്ടോ ഷോയ്ക്കും അല്ലെങ്കിൽ മോട്ടോ പ്രോഗ്രാമിനൊക്കെ കാണുന്ന
വാഹനങ്ങളൊക്കെ അതിനു വേണ്ടി സ്പെക്ക് ചെയ്യുന്നതും അതുകണക്ക് തന്നെ കൃത്യമായിട്ട് അവർ സർവീസ് ചെയ്യുന്നതും കറക്റ്റിന് അവർ കണ്ണേ പൊന്നേന്നും പറഞ്ഞ് കൊണ്ടു കിടക്കുന്ന വണ്ടികളാണ്. അപ്പോൾ ഇതിനു വേണ്ടി മാത്രമാണ് 99% ആൾക്കാരും ഉപയോഗിക്കുന്നത്. അതായത് ഇത്തരത്തിൽ പൊട്ടിക്കാനും അതിലൊക്കെ ഓരോരോ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വീട്ടിലെ വണ്ടി അനാവശ്യമായിട്ടിട്ട് റേസ് ചെയ്ത് നശിപ്പിക്കരുത്. ഒരു പക്ഷേ നിങ്ങൾ അച്ഛൻ്റെ ഒരുപാട് നാളത്തെ അധ്വാനത്തിൻ്റെ ഭാഗമായിരിക്കാം നിങ്ങളെ വീട്ടിലൊരു വണ്ടി എന്ന് പറഞ്ഞാൽ. അപ്പം അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിന് നിങ്ങൾ ഒരു വില കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ എവിടെയെങ്കിലും പൈസ ഒപ്പിച്ച് സ്വന്തമായിട്ട് വണ്ടി വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് റേസ് ചെയ്ത് നശിപ്പിക്കണം എന്നുള്ളതല്ല. ഈ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എന്താണെന്നറിയോ? ഈ അമ്മയെ തല്ലിയ രണ്ട് പക്ഷം പറയുന്ന ആൾക്കാരുള്ള ഈ ഒരു നാട്ടിൽ എന്ത് കാര്യവും രണ്ട് രീതിയിലും പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മളുടെ സ്വന്തം അനിയന്മാർക്കും അത് കണക്ക് തന്നെ വണ്ടികൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന പേരിൽ കൊണ്ടു ചെന്നിട്ട് വണ്ടിയിൽ കഴപ്പ് കാണിക്കുന്ന സുഹൃത്തുക്കൾക്കും വേണ്ടിയുള്ളതാണ്. കാര്യം വെച്ചാൽ വണ്ടിയിട്ട് അനാവശ്യമായി ഓവർ റേസ് ചെയ്യരുത്. അത് ഓട്ടത്തിലായിക്കോട്ടെ അതല്ല നിർത്തിക്കൊണ്ടായിക്കോട്ടെ. നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോയി ഷോ ഓഫ് കാണിക്കണമെങ്കിൽ വണ്ടി നല്ല വൃത്തിയായിട്ട് കിണ്ണനായിട്ട് പണിഞ്ഞ് കുട്ടപ്പനാക്കി കൊണ്ടുപോയി 10 പേരെ കാണിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.